പ്രിയമുള്ളവരെ, ഈ കാണുന്ന സ്കൂളാണ് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ. ഇന്ന് കേരളത്തിലെ ഒരേ ഒരു ചാനലിൽ മാത്രം രണ്ടാമത് വിളിച്ചു പറഞ്ഞ മറ്റൊരു ചാനലുകാരുടെ വന്നു. നമുക്കറിയാം, റിപ്പോർട്ടർ ചാനൽ തന്നെ ഉണ്ടാക്കിയൊരു നാടകത്തിന്റെ ഫലമായിട്ട് നടന്ന ഒരു സംഭവം ഇന്നരങ്ങേറിയുണ്ടായി. ഞാൻ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാം. ചങ്ങനാശ്ശേരിയിലെ ഇന്ന് 27 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ ദുരിതാശ്വാസവും പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട്. ഈ 27 ക്യാമ്പുകളിൽ എത്രയോ ഉദ്യോഗസ്ഥന്മാരും എത്രയോ ജനപ്രതിനിധികളുമാണ് അഹോരാത്രം രാവും പകലും ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് വർക്ക് ചെയ്യുന്നത്. ആർക്കു വേണ്ടിയാണ്? ഈ പ്രളയബാധിത പ്രദേശത്ത് നമ്മുടെ സാധാരണ സഹോദരന്മാർക്ക് വേണ്ടിയാണ്. ഞങ്ങളൊക്കെ രാവിലെ 6 മണിക്ക് ഇറങ്ങിയാൽ രാത്രി 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ ചെല്ലുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് 27 ക്യാമ്പിലും വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ഉദ്യോഗസ്ഥ കൃത്യതയോടെ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ 5 പഞ്ചായത്തുണ്ട്, ഒരു മുനിസിപ്പാലിറ്റിയുമായി. ഈ 5 പഞ്ചായത്തിനും അതാത് പ്രദേശത്തെ സ്കൂളുകളിലെ ക്യാമ്പുകൾക്ക് ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റി പ്രദേശത്തെ മുനിസിപ്പൽ ഭരണാധികാരികൾക്ക് വേണ്ടി ഉത്തരവാദിത്വം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് നടന്ന ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലെ ഈ ഗവൺമെന്റ് സ്കൂള് ഒരേ ഒരു സ്കൂളാണ്. അതിന്റെ 2 സ്ഥലത്താണ് ക്യാമ്പ് ഉണ്ടായിട്ടുള്ളത്. മിനിഞ്ഞ 2 ദിവസം മുമ്പ് ഈ സ്കൂളിന്റെ വാതിക്കല് നമുക്കറിയാം, ഈ സ്കൂളിൽ ഒരു ക്യാമ്പ് കിടന്നു. ഇന്നലെ രാത്രി 9:30 ആയപ്പോഴാണ് പടിഞ്ഞാറൻ പ്രദേശത്ത് മഴ പെയ്തപ്പോഴാണ് പലരും വന്നത്. 9:30, ചിലവർ 7:30 വന്നിട്ടുണ്ട്. ഈ 7:30 വന്നവർക്ക് അന്നേരം തന്നെ ക്യാമ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ വരികയും ആ ഹെൽത്ത് ഇൻസ്പെക്ടർ ചാർജുള്ള 11 ക്യാമ്പുണ്ട്. ആ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകേണ്ടത് കൊണ്ട് ആ ഹെൽത്ത് ഇൻസ്പെക്ടർ നിലവിട്ട് അവിടെ പോവുകയും ചെയ്തു. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഈ പറയുന്ന തൊട്ടിപ്പുറത്ത് ഒരു സ്കൂളിൽ 2 ക്യാമ്പാണ് നടക്കുന്നത്. തൊട്ടിപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പറയുകയും 12 പേർക്ക്, ഒന്നതിനും 12 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 12 പേർക്ക് ഇവിടുന്ന് ഭക്ഷണം അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, നമ്മുടെ ആദ്യം 6 ക്യാമ്പായിരുന്നു, പിന്നെ 8 പിന്നെ 12 പിന്നെ 20 22 27 ക്യാമ്പ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചില ആവശ്യ സാധനങ്ങളുടെ കുറവ് വരും, പാത്രങ്ങളുടെ കുറവൊക്കെ വരും. പക്ഷെ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കൂട്ടായ്മയോടെ പോവുക എന്നുള്ളതാണ് ക്യാമ്പിലുള്ള എല്ലാവരും ചെയ്യുന്നത്. രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നേരത്ത് അവർക്ക് ഇവിടെ വന്ന് കഴിക്കാൻ നോക്കുകയായിരുന്നു. ആ പ്രദേശത്ത് ആ മറ്റേ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് ഒരു ക്യാമ്പ് ഒരൊറ്റ സ്ഥലം തന്നെയാണ്. അല്പം ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി, ഒരു ഗ്രൗണ്ടാണ്, ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. പക്ഷെ അവർ പറഞ്ഞ അവിടുന്ന് കഴിക്കുന്നത്. വില്ലേജ് ഓഫീസർ ആ രാവിലെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാർക്കും കാശ് കൊടുത്ത് വേറെ ഭക്ഷണം മേടിച്ചു കൊടുക്കുകയുണ്ടായി. ഉച്ചയായപ്പോഴേക്ക് 1:15 ഇവിടുത്തെ ഭക്ഷണം ഇവിടുന്ന് ഉണ്ടാക്കിയ ആൾക്കാർ അവിടെ കൊണ്ടുപോയി. നിങ്ങൾ ഒരു കാര്യം ഓർത്തണം, 1:15 1:30 അപ്പുറത്തെ ക്യാമ്പിൽ ഭക്ഷണം ഊണ് കൊണ്ട് കൊടുത്തതാണ്. പക്ഷേ പെട്ടെന്നാണ് ഞാൻ തിരുവല്ലയിലെ ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ട് പേർന്ന് വരെ കുറച്ച് മേടിക്കാൻ വേണ്ടി പോയിട്ട് വരുന്ന വഴിക്കാണ് പെട്ടെന്ന് റിപ്പോർട്ടർ ചാനലിൽ നിൽക്കുന്നത്. ഇവിടുത്തെ MLA പറഞ്ഞു ഇവിടുത്തെ ഒരു സ്കൂളിൽ ഭക്ഷണം കിട്ടിയിട്ടില്ലാത്തത്. ഞാൻ പറഞ്ഞു ഏത് സ്കൂളിൽ? എല്ലാ സ്കൂളിലും ഭക്ഷണം കിട്ടിയിട്ടുണ്ടല്ലോ, കിട്ടാതിരിക്കാൻ വഴിയില്ലല്ലോ. അപ്പൊ എന്തോ ഒരു പ്രീ പ്ലാൻ മാതിരി തന്നെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലായ കാരണം എനിക്കൊരു സംശയം തോന്നി, സ്വാഭാവികമായിട്ട്, നാച്ചുറലായിട്ട്. ഞാൻ റിപ്പോർട്ടർ ചാനലിന് ബൈറ്റ് കൊടുക്കാൻ വേണ്ടിയല്ല പോയത്. ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ ആ ക്യാമ്പ് സന്ദർശിക്കുമെന്ന് പറഞ്ഞു. കാരണം എനിക്കറിയണം എന്റെ നിയോജക മണ്ഡലത്തിൽ ഏത് സ്കൂളിലാണ് ഇങ്ങനെ ഭക്ഷണം കിട്ടാതിരിക്കുന്നത്. കാരണം എല്ലായിടത്തും കൃത്യമായിട്ട് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും രാവും ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ചെന്നപ്പോ അവിടെ നാടകീയമായിട്ട് കുറെ രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും ഒക്കെ. ഞാൻ ചെന്ന അവിടെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറോട് സംസാരിച്ചു, എന്താണ് സംഭവം എന്ന് വെച്ചു. വില്ലേജ് ഓഫീസറോട് സംസാരിച്ചു. ഞാൻ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി, ഞാനും വളരെ പക്വതയോടെ മനസ്സിലാക്കി സംസാരിച്ചു വരുമ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നു ഇവര് ഹെൽത്ത് ഇൻസ്പെക്ടറും ഈ ചാനലുകാരോട്ട് സംസാരിക്കുന്നത് ഒരു ചെറിയൊരു ഈഗോ ക്ലാഷ് ആണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ പോലും കേൾക്കാതെ പുള്ളിയെ തട്ടി മാറ്റിയിട്ട് എന്റെ അടുത്ത് വന്നേക്കുന്നു. ഞാൻ ഇങ്ങനെ വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഇവർക്ക് പെട്ടെന്ന് ട്യൂൺ മാറ്റണം, ഈ ചാനലുകാർക്ക്, റിപ്പോർട്ടർ ചാനലുകാർക്ക്. എന്നെ അങ്ങ് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ സംസാരിക്കുന്ന രീതി കണ്ടാല്. ഇത് കഴിഞ്ഞ് ഇവരറിഞ്ഞുകൊണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് MLAക്ക് ഇവിടുന്ന് പോകാം എന്നൊരു വാക്കുകൾ. അത് സ്വാഭാവികമായിട്ടും ചങ്ങനാശ്ശേരിയുടെ MLAയോട് അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യം എന്തായിരുന്നു?
MLA-ക്ക് ഇവിടുന്ന് പോകാം എന്ന് പറയേണ്ട കാര്യം റിപ്പോർട്ടർ ചാനലുകാർക്കാണ്. അദ്ദേഹം ഇവിടുന്ന് വന്നത് റിപ്പോർട്ടർ ചാനൽ എന്നുള്ളതല്ല. നമ്മുടെ ജനപ്രതിനിധികളെല്ലാം ഒരുമിച്ചൊരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നു. ചാനലുകൾ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകരെല്ലാം ഒരുപോലെ നമ്മുടെ ഈ നാട് നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ വേണ്ടി ജനപ്രതിനിധികൾക്കൊപ്പം സർക്കാരിനൊപ്പം ഒരുമിച്ച് നീങ്ങേണ്ടതാണ്. ഞാനിപ്പോ എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളെ എല്ലാം നമ്മൾ ഒരുപോലെ കണ്ട് ഒരുപോലെ നിർത്തി ഈ ഒരു പ്രശ്നം നമ്മൾ തരണം ചെയ്ത് വീണ്ടും പഴയ രീതി ഇവരൊക്കെ അവരുടെ വീടുകളിൽ താമസിക്കേണ്ട ഒരു അവസ്ഥ വരുന്നിടം വരെ നമുക്ക് ഊണമില്ല ഉറക്കവുമില്ല. അങ്ങനെ ആത്മാർത്ഥയോടെ നിൽക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും. അപ്പോൾ ഈ ഒരു ചാനല് മാത്രം വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് എല്ലാം പ്ലാൻഡാണ്. ഇതിനു മുമ്പ് തന്നെ എന്റെ സുഹൃത്തായ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ റിപ്പോർട്ട് ചാനലുകാരൻ വിളിച്ചിട്ട് വെക്കുന്നു, ഒരു റവന്യൂ ടവർ എവിടെയാണ്, കാര്യമൊന്നും പറയുന്നില്ല. അപ്പൊ തന്നെ മനസ്സിലായി ഇതെല്ലാം പ്ലാൻഡ് ആണ് എന്നുള്ളത്. ഞാൻ നിലവിലത്തെ ഇവിടുത്തെ MLA ആണ്. ഞാൻ അറിയുന്നതിന് മുമ്പേ മുൻ MLA അറിഞ്ഞ് ഇവിടെ വന്ന് എല്ലാം നോക്കുന്നു, കാണുന്നു. ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ ഇതൊരു പ്ലാൻഡായിട്ട് ചെയ്തൊരു കാര്യമാണ്. നമുക്കിതിനൊന്നും നേരമില്ല. സത്യത്തിൽ നമുക്കിതൊന്നുമല്ല നോക്കണ്ട. ചങ്ങനാശ്ശേരി അപ്പർ കുട്ടനാട് പ്രദേശം ഇവിടെ താമസിക്കുന്ന സാധാരണ പാവങ്ങളുടെ വീടുകൾ മുങ്ങിയിരിക്കുക. അവർക്ക് പ്രായമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, കുഞ്ഞുകുട്ടികളുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ജനപ്രതിനിധികളുടെ കടമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അനാവശ്യമായ രാഷ്ട്രീയം ഒരിക്കലും ഇപ്പൊ കാണിക്കരുതെന്ന്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം രാഷ്ട്രീയം, അല്ലെങ്കിൽ ആ രാഷ്ട്രീയം പിന്നെ കളിക്കാം. പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ചെയ്യാനുള്ളത് 100% കൃത്യമായിട്ട് ചെയ്യും. ഞാൻ ആ കൂടെ കാണും. പിന്നെ ഇതോടൊപ്പം തന്നെ വളരെ സൗമ്യമായിട്ട് സംസാരിച്ചു തുടങ്ങി അനാവശ്യമായിട്ട് എന്നോട് പ്രവോക്ക് ചെയ്തോട് തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയും. ചങ്ങനാശ്ശേരി MLA എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ മറുപടി തന്നെ ഞാൻ പറയും. അത് ഇനിയാണെങ്കിലും പറയും.